ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും കൂടെ ഒരു യാത്ര പോയ വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലങ്ങളിലാണ് പോയത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയാണ് ആദ്യം പോയത്. ഇത് കാണുമ്പോഴേ അറിയാമല്ലേ എവിടെയാണെന്ന്. ഇത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെയാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ള ഒരു ആമ്പൽക്കുളമാണിത്. നമ്മൾ രാവിലെ ആയിരുന്നു പോയത്. അപ്പം ഇഷ്ടം പോലെ അടിപൊളി ഭംഗിയായിട്ട് ആമ്പലുകളൊക്കെ പൂത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ രണ്ടാമത് പോയത് ഇത് ഹരിപ്പാടെന്ന് പറയുന്ന അമ്പലമാണ് കേട്ടോ, ഹരിപ്പാട്. അപ്പോൾ അവിടെയാണ് പോയത്. ചാച്ചനും ജാനിയും കൂടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ നല്ല നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹരിപ്പാട് അമ്പലത്തിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണല്ലേ. അപ്പം നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അപ്പം ഇവിടെയൊക്കെ നമ്മൾ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. പിന്നെ ജാനി ചാച്ചൻ്റെ കൂടെ അങ്ങ് നടക്കുക. അപ്പോൾ അവിടെ ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അമ്പലക്കുളത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത്, ഇത് ഹരിപ്പാട് അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഇവിടെയാണ്. ഇതും കാണുമ്പോഴേ നിങ്ങൾക്കറിയാം എവിടെയാണെന്ന്. നമ്മുടെ മണ്ണാറശാലയാണ് കേട്ടോ. അപ്പോൾ മണ്ണാറശാല അമ്പലം. അപ്പോൾ നമ്മളിത് കാവിലോട്ട് പോവുകയാണ്. രണ്ട് സൈഡും കാടാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് പോയത്. അപ്പോൾ ഇത് ആമയൊക്കെ കിടക്കുന്ന കുളമാണ്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ കുളമാണ് കേട്ടോ. അപ്പം ജാനിക്കാണെങ്കിൽ അങ്ങ് വയറുവേദന എടുത്ത് നിൽക്കുക. ജാനി ഒരു വല്ലാതെ നിൽക്കുമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വേറൊരു കൊച്ചാണ്. അപ്പം ഇതാണ് മണ്ണാറശാലയിലെ വീഡിയോ ഒക്കെ എടുത്ത് ഇതാണ് ആരെയോ വീഡിയോ കോളും ചെയ്ത് ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ കൂടെ വന്നവരാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ചേച്ചിയാണ്, ഇതെൻ്റെ അച്ഛനാണ്. അച്ഛൻ ജാനിയെ മടിയിൽ ഇരുത്തിയിരിക്കുക കേട്ടോ. അപ്പം ഈ മണ്ണാറശാല അവിടെ ചെല്ലുമ്പം തന്നെ നമുക്ക് എന്തൊരു ഒരു മനസ്സിന് ഭയങ്കര സമാധാനമാണ് നമ്മൾ അവിടുത്തെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ ഇതാണ് വാങ്ങിച്ചത്, ദോശയും കടലക്കറിയൊക്കെ. പിന്നെ ഞങ്ങൾ പോയത് ഈ അമ്പലം കാണുമ്പോഴേ അറിയാവോ ഏതാണെന്ന്. ഇതാണ് നമ്മുടെ അമ്പലപ്പുഴ അമ്പലം കേട്ടോ, അമ്പലപ്പുഴ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ അല്ല, ഇത് ബാക്ക് വ്യൂ ആട്ടോ. അപ്പോൾ നമ്മൾ ഈ ബാക്കിലാണ് നമ്മൾ വണ്ടിയൊക്കെ ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വന്ന് ആ അമ്പലപ്പുഴയിൽ ആ ചിറയിലൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ കുടഞ്ഞിട്ടാണ് പോയത് കേട്ടോ. പിന്നെ അവിടെ തൊഴുതിട്ട് വന്ന അമ്മയും ജാനിയും ഇത് ഞങ്ങളോട് വന്ന ഒരു അമ്മയാണ്. അവരെല്ലാവരും കൂടെ ഇരുന്ന് അങ്ങനെ അണ്ണന് വണ്ടിയിലോട്ട് പോകാമെന്നും പറഞ്ഞ് എന്നോടത്ത് പറഞ്ഞിട്ടാണ് പോയി. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ആ ഫ്രണ്ട് വ്യൂ ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല രസമാണ് അമ്പലപ്പുഴ അമ്പലം കാണാനായിട്ട്. പിന്നീട് ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ് പോകേണ്ടത്. അപ്പം നമ്മളപ്പോൾ പോയ കൊടുങ്ങല്ലൂർ നമ്മൾ സമയത്ത് ഉച്ച കഴിയുമ്പോഴത്തേനെ നമ്മൾ എത്തത്തുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ആലപ്പുഴ ബീച്ചിലൊക്കെ പോയിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലിറങ്ങി. അവിടെ ഇഷ്ടംപോലെ നല്ല ഉപ്പിലിട്ട സാധനങ്ങൾ, മാങ്ങ, നെല്ലിക്ക. അപ്പോൾ ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ച്, നെല്ലിക്ക വാങ്ങിച്ച്, പിന്നെ ക്യാരറ്റ്, ജാനിക്ക് ക്യാരറ്റ് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച്. പിന്നെ ചാച്ചനിരുന്ന് മാങ്ങ തിന്നുന്നു, ജാനി ക്യാരറ്റ് തിന്നുന്നു. അങ്ങനെ നമ്മളെല്ലാവരും വാങ്ങിച്ച് മാങ്ങ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പക്ഷേ നെല്ലിക്കയ്ക്ക് ഭയങ്കര ഉപ്പായിപ്പോയി. ക്യാരറ്റും കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു. പക്ഷേ നെല്ലിക്ക ഒരുമാതിരി ഉപ്പ് പിടിച്ച് ഒരുമാതിരി അങ്ങ് ചളിങ്ങി. അതുകൊണ്ട് കുറച്ചേ ഞങ്ങൾ കഴിച്ചോളൂ. പിന്നെ അവിടെ തന്നെ സർബത്ത് കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനൊക്കെ അങ്ങ് ആ പെരുവെയിലത്ത് ഉച്ച സമയത്താണ് ഞങ്ങൾ ചെന്നത്. പെരുവെയിലത്ത് കടലിലോട്ട് പോയി. കടലിൽ പോയിട്ട് കയറി വന്നപ്പോഴത്തേന് അണ്ണൻ സർബത്ത് ഓർഡർ ചെയ്തിട്ട് നിൽക്കുക. പിന്നെ അച്ഛനൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് നമ്മൾ അവിടെ ഇരുന്നു. എന്നിട്ട് നമ്മൾ ഓരോ വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇവരൊക്കെ നമ്മളൂടെ വന്നതാണ് കേട്ടോ. ലേഖമ്മ, പിന്നെ അവർ പിന്നെ ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തത് കേട്ടോ, സോഡ ലൈം. അപ്പം ഞാനും ഒരു സോഡ ലൈം ഓർഡർ ചെയ്തു. ഇത് ജാനിക്ക് വാങ്ങിച്ച ഒരു സർബത്താണ് കേട്ടോ. ജാനി കുറച്ചൊരു അരഭാഗം കുടിച്ച്. പിന്നെ അച്ഛനൊരു പിന്നെ പൈനാപ്പിൾ സർബത്താണ് അച്ഛൻ കുടിച്ചത്.
അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വന്നത് ഇത് നമ്മുടെ എവിടെ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ വന്ന് അപ്പോൾ നമ്മളൊരു 3 മണി ആയപ്പോഴത്തേനും കൊടുങ്ങല്ലൂർ എത്തി. 4 മണി ആയപ്പോഴത്തേനും കൊടുങ്ങല്ലൂർ അമ്പലം തുറന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത് നമുക്കിവിടെ കൊടുങ്ങല്ലൂർ ഓലപ്പന്തൽ ഇട്ടേക്കുന്നത്. ഇപ്പം അങ്ങനെ ഓലപ്പന്തലൊന്നും കാണാനില്ല, പക്ഷെ നമുക്കുണ്ട് കേട്ടോ ഓലപ്പന്തലൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ പോയത് തൃപ്രയാറാണ്. ഇത് തൃപ്രയാറാണ് കേട്ടോ. അപ്പം ജാനിയും ചാച്ചനും കൂടെ ആദ്യമേ കൈ പിടിച്ച് നടന്നു പോവുകയാണ് കേട്ടോ. അപ്പം തൃപ്രയാറെന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു സ്ഥലമാണ്, നല്ല ഭംഗിയാണ് തൃപ്രയാർ കാണാനായിട്ട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആറ് ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയൊക്കെ എടുത്തിട്ട് വന്നതാണ്, പക്ഷേ ഈ അമ്പലത്തിലോട്ട് വന്നപ്പോഴത്തേനും ആ തലവേദനയൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അത്രയ്ക്ക് നമുക്കൊരു സമാധാനവും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ബലിയിടാൻ പറ്റും കേട്ടോ. അപ്പോൾ അണ്ണൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്. അപ്പം നമ്മൾ 8-ാം തീയതി ആയിരുന്നു അച്ഛൻ്റെ ആണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 10-ാം തീയതിയാണ് നമ്മളിവിടെ ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് അണ്ണൻ ബലിയിടാമെന്ന് വിചാരിച്ച് നമ്മൾ റെസിപ്റ്റൊക്കെ എഴുതി ബലിയിടുന്നത് നമുക്ക് ഒരു പച്ചരിച്ചോറാണ് നമുക്ക് തരുന്നത് കേട്ടോ. നമ്മളത് പെരുന്നാളും പറഞ്ഞ് പ്രാർത്ഥിച്ച് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഇടണം. അപ്പോൾ ജാനിയും ചാച്ചനും കൂടാണ് അമ്മയ്ക്കും അച്ഛനും ഒക്കെ വേണ്ടി ബലിയിടാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ അവർ അണ്ണൻ നല്ലപോലെ പ്രാർത്ഥിച്ച് അച്ഛനും അമ്മയ്ക്കും ബലിയൊക്കെ ഇട്ട് അണ്ണനിപ്പം ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ. അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. അപ്പോൾ നമ്മൾ 3 താമസിക്കുന്നത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അത് അവർ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. അങ്ങനെ അണ്ണൻ പ്രാർത്ഥിച്ച് ബലിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ആറിൽ. അങ്ങനെ ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതായിട്ട് കണ്ട് ഞങ്ങൾ ബലി ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിൽ കയറിയപ്പോൾ കിട്ടിയ പ്രസാദമാണ് കേട്ടോ ഇത്. അപ്പം ഇതാണ് അവിടുത്തെ ലാസ്റ്റ് വ്യൂ. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പോയ സ്ഥലങ്ങൾ കാണിക്കാം. താങ്ക് യു.